ഒരിക്കൽ കൂടി ആ, എല്ലാവർക്കും നമസ്കാരം. വെരി വാം ഹാപ്പി ചിങ്ങം 1 ആ, പുതുവത്സര ആശംസകൾ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക്, പുതിയ ആഘോഷങ്ങളിലേക്ക് ഒക്കെ കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം നമ്മളൊരു ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഇതൊരു ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയൊരു ബിഗിനിങ് ആയിരിക്കട്ടെ. ആ, ഞാൻ ലെറ്റ് മീ ആസ്ക് യു വിത്ത് ആസ് യൂഷ്വൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നമ്മൾ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്, മിക്കവാറും 1-2 വർഷം കൂടുമ്പോൾ. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എന്ത് അപ്ഗ്രേഡ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്? മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, നമ്മള് നമ്മളുടെ സോറി, ഒരു സെക്കൻഡ്. മറ്റൊരു കാര്യത്തില്, ഇപ്പൊ നമ്മൾ നമ്മളുടെ കാറിന്റെ, സ്കൂട്ടറിന്റെ ഒക്കെ നമ്മൾ നമ്മുടെ എയർ നോക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങളുടെ ഒരു എയർ നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് ടൈം നോക്കിയത്? പലപ്പോഴും നമ്മൾ പല ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് നോർമൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കാണ്. ഞാൻ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ആസ് യൂഷ്വൽ ഇതൊരു സെൻസിനോ വെൽനസ് സൺഡേ എന്നാണ് നമ്മൾ വിളിക്കുക. നമുക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് ഗസ്റ്റുകളായിട്ട് ഉണ്ടാവാറുണ്ട്. ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സെഷനിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഒരു സ്പെഷ്യൽ സ്പീക്കറായിട്ട്, ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു സ്പീക്കർ നമുക്ക് ഇന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഒരു പ്രൊജക്ട് എന്നുള്ളത് ഞാൻ ഒരു വേറൊരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. ഇപ്പോ നമ്മൾ ആരോഗ്യത്തെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ, നമ്മുടെ ശരീരം നമ്മളൊരു വലിയ ബിഗ് ഒരു അപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക. അതായത് വലിയൊരു അപ്പാർട്ട്മെന്റ്. ഓക്കെ. അതായത് ഒരു 70 ട്രില്യൺ ഫ്ലാറ്റുകൾ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഈ ഓരോ ഫ്ലാറ്റിന്റെയും ചുമരുകൾ ഇത് ലീക്ക് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അത് ദുർബലമാണെങ്കിൽ, അത് കേടുപാടുകൾ വന്നതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാറ്റിനകത്തുള്ള എത്ര നല്ല വസ്തുക്കളാണെങ്കിലും, എത്ര നല്ല ഫർണിച്ചർ ഉണ്ടായിട്ടും, എത്ര നല്ല ഘടകങ്ങൾ ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. കാരണം ഈ ബിൽഡിങ്, ഹോൾ ബിൽഡിംഗ് കൊളാപ്സ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഇതുപോലെയാണ് ശരീരത്തിൽ രോഗങ്ങളും തുടങ്ങുന്നത്. ഇതൊന്നും പെട്ടെന്നല്ല. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന കോശങ്ങള്, അല്ലെങ്കിൽ ഇതിന്റെ ചുമരുകള്, ഇതെല്ലാം വീക്ക് ആവുമ്പോൾ നമുക്കും ആരോഗ്യം, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ, ഡിസീസസ് ഒക്കെ സ്റ്റാർട്ട് ആവും. ആ സമയത്ത് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ഡയബറ്റീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്യാൻസർ എന്ന് വിളിക്കും, ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കും, PCOD എന്ന് വിളിക്കും, അല്ലെങ്കിൽ പല പല പേരുകളിലൊക്കെ നമ്മൾ അറിയപ്പെടും. ഓക്കെ. നമ്മൾ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇപ്പോഴും ആളുകൾ, ഒട്ടുമിക്ക ആൾക്കാരും, ഈവൻ മെഡിക്കൽ പ്രൊഫഷണൽസ് ഉൾപ്പെടെ, കൊളസ്ട്രോളിനെയാണ് ഒരു വില്ലനായിട്ടൊക്കെ കണക്കാക്കുന്നത്. പക്ഷേ ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഒരു ഒരു ബാങ്ക് ബാലൻസ് പോലെയാണ്. നമ്മൾ ഇതിനകത്ത് എന്താണോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇത് മാറി മാറി വരും. ഓക്കെ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു റിയൽ സ്റ്റോറി എന്നതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ കോശങ്ങള് ആണ് നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എങ്കിൽ, ഈ കോശങ്ങൾക്ക് വേണ്ടത് എന്താണ്? കോശങ്ങൾക്ക് വേണ്ടതിനെ പറയുന്നത് നമ്മൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ്. ഇതാണ് കോശങ്ങളുടെ ഭക്ഷണം. ഇതിനകത്ത് പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ്, വെള്ളം, ഇത് 6 ഘടകങ്ങളും എസെൻഷ്യലാണ്. ഓക്കെ. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടതുണ്ട്. ഈ 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റിന്റെ കാര്യത്തിൽ ഒരു ഒരു വീഴ്ച വന്നാൽ പോലും, ഒരു ഡ്രോപ്പ് വന്നാൽ പോലും, ഇത് ഗുരുതരമായ രോഗസാഹചര്യങ്ങൾ, അതായത് ഈ കോശങ്ങളെ ഇത് ദുർബലമാക്കും. നമ്മുടെ ഈ ചുമരുകളിൽ വിള്ളലുകൾ വീഴും, ലീക്കേജ് ഉണ്ടാവും, കേടുപാടുകൾ വരും.
അപ്പോ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ഡാമേജ് ആണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ദ റിയൽ സ്റ്റോറി, അതൊരു ഒമേഗ 3 ഇൻഡെക്സ്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ഈ കോശങ്ങളുടെ ഒരു നിർമ്മാണ ഘടകമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഫാറ്റ്. ഫാറ്റിന്റെ പ്രശ്നത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് അല്ല പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇപ്പൊ ലഭിക്കുന്നത്. ആവശ്യമുള്ള ഫാറ്റിനെ പറയുന്നതാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഒമേഗ 3 ഒമേഗ 6 ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയും. ഇതാണ് നമ്മുടെ കോശങ്ങളിൽ സ്റ്റോർ ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളെ കോശങ്ങളെ ലോങ് ടേമിലേക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് ഇപ്പൊ പുതിയ പഠനങ്ങൾ പറയുന്നത് നമുക്ക് ഇതൊരേ ഒരേ റേഷ്യോയിൽ, അതായത് ഒമേഗ 3 ഒമേഗ 6 ഒരേ റേഷ്യോയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒമേഗ ഓരോ ഒമേഗ 6 മോളിക്യൂളിനും ശരീരത്തിനകത്ത് ഓരോ ഓരോ മോളിക്യൂൾ ഒമേഗ 3 ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് റേഷ്യോ 1:1 എന്ന് പറയുന്നത്. ഇത് ഒരു 3:1 വരെ ഓക്കെയാണ്. എന്നാൽ ഒരു 4:1 വന്നാൽ പോലും ഇതൊരു ഗുരുതരമായ രോഗസാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. കാരണം ഈ ഒമേഗ 6 പ്രോ ഇൻഫ്ലമേറ്ററിയാണ്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. ഒമേഗ 3 ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുന്നതാണ്. അതായത് ഒമേഗ 6 എന്ന് പറയുന്നത് ഒരു തീ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒമേഗ 3 എന്ന് പറയുന്നത് വെള്ളമാണ്. ഇപ്പൊ നമ്മളൊരു തീ പിടിച്ചു, നമ്മുടെ ബിൽഡിങ്ങിന് തീ പിടിച്ചു, വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? തീ അണയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഒമേഗ 6 കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇത് തീ അണയ്ക്കാനായിട്ട് ആ ഒരു വെള്ളം ഇല്ലെങ്കിൽ, ഒമേഗ 3 ഇല്ലെങ്കിൽ ഇത് അണയ്ക്കാൻ കഴിയില്ല. ആ ഒരു കണ്ടീഷനെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുക. ഇതിന്റെ റേഷ്യോ, ഈ തീയുടെ അളവ് കൂടുന്നത് എപ്പോഴാണ്? ഇതാണ് ഈ 4:1 മുതൽക്കാണ് ഇത് കൂടുന്നത്. നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരുടെ ശരീരത്തിനകത്തും ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 21:1, 25:1 ഒക്കെയാണ്. ഗ്ലോബലി, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ, നമ്മുടെ രാജ്യത്താണെങ്കിൽ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ 35:1 ഒക്കെയാണ് ആവറേജ് റേഷ്യോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോയിലാണ് നമ്മുടെ ശരീരം മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ഇത് ദീർഘകാലം മുന്നോട്ട് പോവില്ല. കാരണം ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 35:1 എന്നൊക്കെ പറയുന്നത്, നമ്മളുടെ വണ്ടി, നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യാണ്, നമ്മുടെ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാണ്, പക്ഷേ ബ്രേക്ക് ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. ആ ഒരു സമാന സാഹചര്യമാണ് ശരീരത്തിനകത്ത് ഈ ഒരു ഉയർന്ന റേഷ്യോ. വൈ? ബിക്കോസ് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഫയർ, ഈ ഒരു ഇൻഫ്ലമേഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് എല്ലാ കമ്പാർട്ട്മെന്റുകളെയും അല്ലെങ്കിൽ എല്ലാ ഓർഗൻസിനെയും, നമ്മളുടെ ബ്രെയിൻ മുതൽ മസ്തിഷ്കം മുതൽ കാൽപാദം വരെയുള്ള ശരീരഭാഗങ്ങളിൽ ഇത് കേടുപാടുകൾ ഉണ്ടാക്കും. ഹാർട്ടിനെ ബാധിക്കും, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, ഇന്നർ ഓർഗൻസിനെ ബാധിക്കും, മസിൽസ്, ജോയിന്റ്സ്, ഇതിനെല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ കോശങ്ങൾ ഈ ഇൻഫ്ലമേഷനോടൊപ്പം തന്നെ ഒമേഗ 3 ഇല്ലാതാവുമ്പോൾ കോശങ്ങൾക്ക് അതിന്റെ ഫ്ലൂയിഡിറ്റി, അതായത് എല്ലാ കോശങ്ങൾക്കും, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 70 ട്രില്യൺ കോശങ്ങളാണ് ഉള്ളതെങ്കിൽ ഒരു 300-400 ബില്യൺ കോശങ്ങൾ ഓരോ ദിവസവും പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതായി, റീജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് കോശങ്ങൾ റിപ്പയറിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ട ഒരു നിർമ്മാണ ഘടകം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ് ഒമേഗ 3. ഈ ഒമേഗ 3 ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റോ മറ്റ് കൊളസ്ട്രോളോ മറ്റ് ഫാറ്റുകളോ ഒക്കെയാണ് ബോഡി ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ ഈ കോശങ്ങളുടെ മെംബ്രെയിൻ അത് ഹാർഡാവും, അത് റിജിഡാവും, അതിന്റെ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും. ഇപ്പൊ കോശങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. ഈ കോശങ്ങളുടെ ഈ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെട്ടാൽ കോശങ്ങളിലേക്ക് പോഷകങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്, അബ്സോർബ് ചെയ്യുന്നതിനുള്ള കഴിവില്ലാതാവും, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കാതാവും. കോശങ്ങളിൽ നിന്ന് ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ കഴിയാതെ വരും. കോശങ്ങളുടെ മെംബ്രെയിനിൽ സ്ഥിതി ചെയ്യുന്ന റിസപ്റ്റേഴ്സിന്റെ എല്ലാം ആക്ടിവിറ്റി, പ്രവർത്തനങ്ങൾ എല്ലാം തടസ്സപ്പെടും. ഓക്കെ, ഇത് കോശങ്ങളുടെ ഒരു ഡാമേജിന്, വലിയ അളവിൽ കോശങ്ങൾ നശിക്കുന്നതിന് കേടാവും. ഇത്തരത്തിൽ വലിയ അളവിൽ കോശങ്ങൾ കേടാവുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ടിഷ്യൂ ഡാമേജിലേക്ക് നയിക്കും. ടിഷ്യൂ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓർഗൻ ഫെയിൽ ആവും. ഓർഗൻസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളായി. സോ ദിസ് ഈസ് ദി ഓൺസെറ്റ്. ഇതാണ് എല്ലാ രോഗങ്ങളുടെയും ഒരു അടിസ്ഥാന സാഹചര്യം. അതായത് ഇൻഫ്ലമേഷൻ, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടുക, ഓക്സിഡേഷൻ പോലെയുള്ള മെക്കാനിസങ്ങൾ, ഇതെല്ലാം ഈ സാഹചര്യങ്ങളാണ്.
അപ്പൊ ഇതെല്ലാം കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇൻഫ്ലമേഷൻ, സെല്ലുലാർ ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കണമെങ്കിലും ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമ്മൾ കറക്റ്റ് ആക്കി നിലനിർത്തണമെങ്കിലും നമുക്ക് ആകെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ആ ഒരു മാർഗം എന്ന് പറയുന്നത് 3:1 എന്ന് പറയുന്ന റേഷ്യോ, omega 6 to omega 3 റേഷ്യോ 3:1 റേഷ്യോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം. ഒട്ടുമിക്ക ആൾക്കാരുടെയും റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ 21:1, 25:1 ഒക്കെയാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സെൻസിനോ എന്ന് പറയുന്ന കമ്പനി ഒരു ബ്രേക്ക് ത്രൂ ടൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ടൂൾ നമുക്കിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു സ്റ്റഡി, ഈ ഒരു ടെസ്റ്റ് നമുക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഹാർട്ടിന്റെ ഒക്കെ ഒരു പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, കൊളസ്ട്രോൾ ആണ് ഒരു മെയിൻ വില്ലനായിട്ടൊക്കെ ഇപ്പോഴും നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ഇതിന്റെ റിയൽ സ്റ്റോറി എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് 2 ഡ്രോപ്പ്, ഒരു ഫിംഗർ പ്രിക്കിലൂടെ 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഒരു ലാബിലേക്ക് അയച്ചാൽ എന്താണ് നമ്മളുടെ കോശങ്ങളുടെ അവസ്ഥ? ഏകദേശം ഒരു 11ഓളം ഫാറ്റി ആസിഡ്സ് മൊത്തത്തിലുണ്ട്. ഇത് എത്ര ശതമാനം ഉണ്ട്, എത്ര ശതമാനം കുറവുണ്ട്, എത്ര ശതമാനം കൂടുതലുണ്ട്, ഏതാണ് കുറവ്, ഏതാണ് കൂടുതൽ, ഈ കോശങ്ങളുടെ പ്രൊട്ടക്ഷൻ വാല്യൂ എന്തോരം ഉണ്ട്, omega 3 ഇൻഡെക്സ് എന്തോരം ഉണ്ട്, അതുപോലെ തന്നെ റേഷ്യോ എന്താണ്, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു 10-20 പേജുള്ള റിപ്പോർട്ടായിട്ട് വരും. ഈ ടെസ്റ്റ് ചെയ്യുന്നത് വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ് എന്ന് പറയുന്ന ഓസ്ലോയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ലബോറട്ടറിയാണ്. ഇവര് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ ഒരുപാട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ, മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ഒരുപാട് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ തന്നെ ഒരു പാർട്ട്ണർ ലാബ് കൂടിയാണ്. എന്നുവെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള, റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. അപ്പൊ ഇതൊരു ഹോം അഡ്മിനിസ്ട്രേഡ് ടെസ്റ്റ് ആണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുക്കുക, ഇത് നമ്മൾ അയക്കുന്നു. നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്നും ഈ സാമ്പിൾസ് അവർ കളക്ട് ചെയ്ത് എല്ലാ ആഴ്ചയിലും 2 തവണ ഇത് ഷിപ്മെന്റ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് നമ്മുടെ ഒരു ടെസ്റ്റ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ഓൺലൈനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ മെയിലിലേക്ക് അതിന്റെ ഇന്റിമേഷൻ വരും. ഓക്കെ, ഈ ടെസ്റ്റ് ഗ്ലോബലി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 90, അതായത് 1.5 മില്യൺ, 115 ലക്ഷത്തിലധികം ആളുകൾ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ 97% ആളുകളും ഫെയിലാണ്. മൈ ഡിഫറൻസ് ഗ്ലോബലി, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇറ്റ്സ് എ ഗ്ലോബൽ യൂണിവേഴ്സൽ പ്രോബ്ലം നാ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ 2020 റിപ്പോർട്ട് അനുസരിച്ച് 630 കോടി ജനങ്ങൾ ഈ റേഷ്യോ ഔട്ട് ഓഫ് ബാലൻസിലാണ്. സോ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതൊരു സാമ്പിൾ റിപ്പോർട്ടിന്റെ ഒരു ഓവർവ്യൂ ആണ്. ഫ്രണ്ടിൽ വരുന്ന ഒരു പേജാണ്. ഈ ഒരു റിപ്പോർട്ട് ഇറ്റ് ബിലോങ്സ് ടു എ പേഴ്സൺ, എ സയന്റിസ്റ്റ് ഫ്രം ബാംഗ്ലൂർ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു റിപ്പോർട്ട് ഞാൻ ഷോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 15-20 വർഷമായിട്ട് വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അദ്ദേഹം ഏകദേശം ഒരു 30,000-40,000 രൂപ പ്രതിമാസം സപ്ലിമെന്റ്സിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ്. omega 3 ഉൾപ്പെടെ അദ്ദേഹം കഴിക്കുന്ന, എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റ്സിൽ ഈ സാഷറ്റ്സ്, പൗഡേഴ്സ് ഇങ്ങനെ എല്ലാം ഉണ്ടാവും, ഫൈബർ, അത് ഇതെല്ലാം ഉണ്ടാവും. omega 3 അദ്ദേഹം കഴിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടുന്ന് വരുത്തുന്ന സ്പെഷ്യൽ omega 3 ക്യാപ്സ്യൂളാണ് അദ്ദേഹം കഴിക്കുന്നത്, സപ്ലിമെന്റ്സ് ആണ് കഴിക്കുന്നത്. കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഒരു സ്പെഷ്യൽ വാട്ടറാണ്. ഒരു വെള്ളം ബോട്ടിൽ കയ്യിലില്ലാതെ അദ്ദേഹത്തെ കാണില്ല. എല്ലാ ദിവസവും രാവിലെ വർക്കൗട്ട് ചെയ്യും. 65-67 വയസ്സായി, പക്ഷെ സ്റ്റിൽ ഹീ സോ ആക്റ്റീവ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടെസ്റ്റ് ചെയ്യുന്നത് വരേക്കും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. ഹി വാസ് ടോട്ടലി ഹെൽത്തി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു. എന്നാൽ ഈ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ റേഷ്യോ നോക്കൂ, ഇറ്റ് ഇസ് 74:1. And the protection value is 0%. And omega 3 index, it is insufficient. And mental strength, it is 8.2:1. It is insufficient. Cell membrane fluidity, insufficient. And arachidonic acid, elevated. എന്ന് വെച്ചാൽ അത് ഇൻഫ്ലമേഷൻ കൂട്ടുന്നതാണ്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളിലേക്ക് ഇത് ആക്ച്വലി ഇത് നമ്മളുടെ ഈ കോശങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലാണ് എന്നതാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Then what Zenzino says,
സിൻസിന പറയുന്നത് വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് ഇൻ 120 days എന്നാണ്. 120 ദിവസത്തിനുള്ളിൽ നമുക്കിത് ബാലൻസിലേക്ക് കൊണ്ടുവരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളെ നമുക്ക് ബാലൻസിലേക്ക് 120 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ എല്ലാ ഓർഗൻസിന്റെയും അല്ലെങ്കിൽ ശരീരത്തിന്റെ മൊത്തത്തിൽ അടിസ്ഥാന യൂണിറ്റ് കോശങ്ങളാണെന്നിരിക്കെ കോശങ്ങൾ ഒരു നോർമൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് മൊത്തത്തിൽ ശരീരം നമുക്കൊരു നോർമൽ ഫങ്ഷൻസിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ, ഹാർട്ട് ഫങ്ഷൻ, ഇമ്മ്യൂൺ ഫങ്ഷൻ, മസിൽ, ജോയിന്റ്, എവറിത്തിങ് ക്യാൻ ബ്രിങ് ബാക്ക് ടു ബാലൻസ്. അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഈ കമ്പനി ദേ ഇൻട്രൊഡ്യൂസ് സംതിങ് കോൾഡ് ഹെൽത്ത് പ്രോട്ടോകോൾ. ഇവരുടെ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ ആണ്. ഈ ഹെൽത്ത് പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നത് ഈ കമ്പനിയുടെ ഒരു പാനൽ ഓഫ് സയന്റിസ്റ്റുകളാണ്. അതിൽ ഡോക്ടർ പോൾ ക്ലേറ്റൺ, ഒല ഐഡെ, ഡോക്ടർ ഏഞ്ചല എംറിസോ, ഡോക്ടർ അനന്തരാജ് എബ്രഹാം, ഇവരുടെയൊക്കെ നിങ്ങൾക്ക് പേരുകൾ നോട്ട് ചെയ്ത് വെക്കാം. ഇവർ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഡോക്ടർ പോൾ ക്ലേറ്റന്റെ ഒരുപാട് ബ്ലോഗുകൾ, അതുപോലെ വീഡിയോസ്, ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവർ ആരായിരുന്നു, എന്താണ് എന്നതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളതല്ല. ഇവരുടെ പ്രവർത്തന ആ, പരിചയം എന്താണ്, ഏത് മേഖലയാണ്, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ വെൽ നോൺ ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഒരു വലിയൊരു പാനലാണ്. അവരാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതിനെല്ലാം തന്നെ നേതൃത്വം വഹിക്കുന്നത്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗിൽ പേറ്റന്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻസ്, ഫോർമുലേഷൻസ് ആണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അത്തരത്തില് നമ്മളുടെ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ സിൻസിന അവതരിപ്പിക്കുന്ന ഒരു 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 കോൺസെപ്റ്റ് ആണ് ഹെൽത്ത് പ്രോട്ടോകോൾ. ഈ ഹെൽത്ത് പ്രോട്ടോകോളിൽ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ്, ഒരു ഫുഡ് എന്ന് പറയുന്നത്, ആക്ച്വലി വി ക്യാൻ കോൾ ദിസ് ആസ് എ ഫുഡ്. ഇതൊരു പ്രൊഡക്റ്റ് എന്നോ ഒരു സപ്ലിമെന്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ നമുക്കത് അതിനോട് നീതി പുലർത്താവുന്നത്, ഐ മീൻ നീതി പുലർത്തുന്നതല്ലാതാവും. കാര്യം അത്രമാത്രം ആ വാക്കുകളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. സപ്ലിമെന്റുകളുടെ ആധിക്യമാണ് പലപ്പോഴും. ഇതിൽ പലതും വർക്കാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഹെൽത്ത് പ്രോട്ടോകോളിനകത്ത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രിപ്പറേഷൻ ആണ് എസെന്റ് ഓയിൽ പ്ലസ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഈ EPA and DHA, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ 99.99% ആൾക്കാരും ഔട്ട് ഓഫ് ബാലൻസ് ആണ് ഇൻ അവർ കൺട്രി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഭക്ഷണത്തിലൂടെ ഇപ്പൊ ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ എസെൻഷ്യൽ ആണ്. ഇതൊരു ഫൗണ്ടേഷണൽ റിക്വയർമെന്റ് ആണ്, നോൺ നെഗോഷ്യബിൾ ആണ്. ഇത് കിട്ടിയേ പറ്റൂ. ഈ കോശങ്ങൾ നിർമ്മിക്കപ്പെടണമെങ്കിൽ ഇത് ലഭിച്ചേ പറ്റൂ. അതിൽ കൃത്യമായ അളവിൽ EPA and DHA. ഇതിന്റെ ശരിയായ സോഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മറൈൻ ഫുഡ് ചെയിൻ ആണ്. അതായത് ഫിഷ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ EPA DHA നൽകുന്ന ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വൈൽഡ് കോട്ട് ഫിഷിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ, അതോടൊപ്പം തന്നെ ഈ ഫിഷ് ഓയിൽ വളരെ പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഈ ഫിഷ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അതിനെ ഇമ്മീഡിയറ്റ്ലി അവർ ബ്ലെൻഡ് ചെയ്യുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അതായത് സ്പാനിഷ് പ്രീ ഹാർവസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. അതോടൊപ്പം ആഡ് ചെയ്യുന്നത് എസെൻഷ്യൽ ഓയിൽസ് ആണ്. പ്ലസ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ D, വിറ്റമിൻ E പോലെയുള്ള പോഷകങ്ങളാണ്. അപ്പൊ അത്തരത്തില് ഒരു ഒട്ടനവധി പോഷകങ്ങളുടെ ഒരു സംയോജിത ഫുഡ് സപ്ലിമെന്റ് ആണ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആണ് എസെന്റ് ഓയിൽ പ്ലസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ ഹെൽത്ത് പ്രോട്ടോകോൾ. അപ്പൊ എന്താണ് ഇതിന്റെ സാധാരണ omega-3 സപ്ലിമെന്റിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഇതൊരു ജനറിക് സപ്ലിമെന്റ് അല്ല, ജനറിക് omega-3 സപ്ലിമെന്റ് അല്ല. omega-3 സപ്ലിമെന്റിന്റെ പ്രശ്നം, ഇപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾ ഇത് omega-3 സപ്ലിമെന്റ് കഴിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇന്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള പല ബ്രാൻഡുകളും കഴിക്കുന്ന ആൾക്കാർ. ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച റിപ്പോർട്ടിൽ തന്നെ 15 വർഷമായിട്ടൊക്കെ അദ്ദേഹം omega-3 സപ്ലിമെന്റ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള omega-3 സപ്ലിമെന്റ് കഴിക്കുന്ന ആളാണ്. സ്റ്റിൽ അദ്ദേഹത്തിന്റെ റേഷ്യോ 74:1. അതായത് ആവറേജ് സപ്ലിമെന്റ് കഴിക്കുന്ന ആൾക്കാരുടെ പോലും റേഷ്യോ എന്ന് പറയുന്നത് 20:1, 25:1, 30:1 ഒക്കെയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ സപ്ലിമെന്റ്സിന്റെ എല്ലാം സ്റ്റെബിലിറ്റി, അതിന്റെ ഒരു ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് എന്നാണ് പറയുക. അപ്പൊ ഈ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് വളരെ കുറവാണ്. പലതും 1 മണിക്കൂർ, 5 മണിക്കൂർ, 9 മണിക്കൂറൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ, ശരീരത്തിനകത്ത് വന്നു ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, ഓക്സിജൻ എക്സ്പോഷർ വന്നാൽ, ടെമ്പറേച്ചറിൽ വ്യത്യാസങ്ങൾ വന്നാൽ, ഇതിന്റെ മൂവ്മെന്റ്, അതുപോലെ തന്നെ ലൈറ്റ്, ഇങ്ങനെ പല കാരണങ്ങളും ഈ ഫിഷ് ഓയിലിനെ വളരെ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുവരിക എന്നാണ് അർത്ഥം. അത് റാൻസിഡ് ആയി, അത് പിന്നീട് കോശങ്ങളിലേക്ക് അത് അബ്സോർബ് ചെയ്യില്ല. ബോഡി അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യും.
അപ്പൊ ഇത്തരത്തിൽ ഓക്സിഡൈസ് ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അത് ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കും. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് കോശങ്ങളെ കേടുപാടുകളാക്കുന്ന, കേടുപാടിലേക്ക് നയിക്കുന്ന ഒരു എന്താ പറയുക എൻറ്റിറ്റീസ് ആണ്, ടോക്സിക് എൻറ്റിറ്റിയാണ്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് തന്നെ നമുക്ക് ദോഷകരമായ ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക. ഇപ്പൊ ഇവിടെ എസെൻറ്റ് ഓയിലിന്റെ ഒരു പ്രിപ്പറേഷൻ, ഇത് ലോകത്തിൽ നമുക്ക് ഇത്തരത്തിലൊരു ഫോർമുലേഷൻ നമുക്ക് വേറെ ഇല്ല. അതായത് ഈ വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത ഉടനെ ഇമ്മീഡിയറ്റ്ലി ദ ബ്ലെൻഡ് ദിസ് ഫിഷ് ഓയിൽ വിത്ത് ഒലിവ് ഓയിൽ, ആൻഡ് ഒലിവ് ഓയിൽ പ്രൊട്ടക്ട്സ് ദി EPA NDH. ഇതിനത് പ്രൊട്ടക്ട് ചെയ്യണം, അത് ഓക്സിഡേഷൻ ആവില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയിൽ വന്നാൽ ഇത് വളരെ കൃത്യമായിട്ട് ഇത് ഫ്രഷ് ആയിട്ട് ഇത് അവൈലബിൾ ആവും, ബയോ അവൈലബിൾ ആണ്, ഇത് പൊറ്റന്റ് ആണ്, ഇത് നമ്മൾ ബോഡിയിലേക്ക് കൃത്യമായിട്ട് അബ്സോർപ്ഷൻ നടക്കും, ആൻഡ് ഇത് കോശങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് അത് പ്രവർത്തിക്കും. അത് മാത്രമല്ല നമുക്ക് ആവശ്യമായ അളവിൽ, ഇപ്പോൾ നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് EPA and DHA എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1300 milligram ഓഫ് EPA ആൻഡ് 700 milligram DHA എന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് സയന്റിസ്റ്റുകൾ പറയുന്നത് ഇപ്പം അങ്ങനെയാണ്. അതായത് ഇത് ഇത്ര അളവിൽ നമുക്കിത് ലഭിക്കണമെങ്കിൽ നമുക്കിത് ഭക്ഷണത്തിലൂടെ ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ പ്രായോഗികമല്ല. കാര്യം അത്ര വലിയ അളവിൽ ഫിഷ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ, ഒരു പ്രായോഗികമായിട്ട് സാധ്യമല്ല. കാര്യം 100-200 മത്തി, അയില പോലെയൊക്കെയുള്ള മീനുകളെ ഫാറ്റി ഫിഷ്, അതാണ് നമുക്കിത് കിട്ടുക. ഓക്കെ, അതിൽ നിന്നാണ് ഇത് ലഭിക്കുക. അപ്പൊ നമുക്കിവിടെ ഏറ്റവും ഈസി പ്രോട്ടോകോൾ ആണ്. അതായത് ഒരു സിംഗിൾ സെർവിങ്, ഒരു 10 ml 12 ml നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ EPA, എസ്പെഷ്യലി EPA and DHA, അതോടൊപ്പം omega-7, omega-9, പോളിഫിനോൾസ് വിച്ച് ആർ ആന്റി ഓക്സിഡൻസ്, അതുപോലെ വിറ്റമിൻ D3, വിറ്റമിൻ E പോലെയുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കൃത്യമായി ലഭിക്കുന്നു, ശരിയായ അളവിൽ, ശരീരത്തിന് ആവശ്യമായ അളവിൽ ലഭിക്കുന്നു. ഇത്രയും അളവിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഭക്ഷണത്തിൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ പ്രായോഗികമായിട്ട് സാധ്യമല്ല. ഇനി അത് സപ്ലിമെന്റ്സ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ 15, 20, 30 സപ്ലിമെന്റ് ഒക്കെ കഴിച്ചാലാണ് ഈ ഒരു അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ അതും എക്സ്പെൻസീവ് ആണ്. കാര്യം പലപ്പോഴും ഒരു സപ്ലിമെന്റ് വരുന്ന ഒരു ബോട്ടിൽ തന്നെ 30 ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഒരു ദിവസം കഴിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി റിസർച്ച് ചെയ്യാം, വളരെ ശരിയായ രീതിയിൽ ഈ പഠനം ഒക്കെ നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല, സിൻസിനോ ഹെൽത്ത് പ്രോട്ടോകോളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പ്രോട്ടോകോളിൽ ഇവർ പറയുന്ന, സജസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഹൈലി എൻഡോഴ്സ്ഡ് ആണ്, സർട്ടിഫൈഡ് ആണ്. ഇത് ഏതെങ്കിലും ഒരു ഏജൻസി അല്ല, ലോകോത്തര സംവിധാനങ്ങളാണ്. ഫ്രണ്ട് ഓഫ് ദ സീ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ, അതൊരു എൻവയൺമെന്റ് ഫ്രണ്ട്ലി മാനുഫാക്ചറിങ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകൾക്കുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ വീഗൻ സൊസൈറ്റി, ഇൻഫോംഡ് സ്പോർട്ട് എന്ന് പറയുന്നത് ഈ വോഡ അപ്രൂവൽ എന്നൊക്കെ പറയും, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി, അതായത് ഇൻഫോംഡ് സ്പോർട്ട്, കൊളോണലിസ്റ്റ്, ഇവരൊക്കെ തന്നെ ഈ കഴിക്കുന്ന പ്രൊഡക്റ്റുകളിൽ, ഈ സർട്ടിഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ യാതൊരു തരത്തിലുള്ള സ്റ്റിറോയിഡ്സോ ഡോപ്പിംഗ് ഏജൻസോ അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസോ ഒന്നുമില്ല എന്നത് അവർ അപ്രൂവ് ചെയ്യാണ്. വൈ? ബിക്കോസ് ഇതൊക്കെ ഒട്ടും ഈ വോർഡ് അപ്രൂവൽ അല്ലെങ്കിൽ ഇൻഫോംഡ് സ്പോർട്ട് അപ്രൂവൽ ഒക്കെയാണ് ഒളിമ്പിക്സിലൊക്കെ ഉള്ള ആൾക്കാർ നോക്കുക, ഇന്റർനാഷണൽ സ്പോർട്സിലുള്ള ആൾക്കാരൊക്കെ തന്നെ നോക്കുന്നതാണ്. കാര്യം അത്തരത്തിൽ എന്തെങ്കിലും അവർ കണ്ടെത്തി കഴിഞ്ഞാൽ, അവരൊരു ബ്ലഡ് സ്ക്രീനിങ്ങിൽ ഇതെല്ലാം എന്തെങ്കിലും അത്തരത്തിലൊരു അൺനാച്ചുറൽ സബ്സ്റ്റൻസ് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ ദെൻ ദേ ആർ ഡൺ. അവർക്ക് പിന്നീട് അവർ അയോഗ്യരാവും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ അവരുടെ ലൈഫ്, കരിയർ തന്നെ അതോടുകൂടി അവസാനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ദേ ആർ സോ കെയർഫുൾ, ആൻഡ് ഇതാണ് അവർ നോക്കുന്നത്. സോ സോറി, യാ, സോ ഇതാണ് അവർ നോക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ്, അതായത് ഇൻഫോംഡ് സ്പോർട്ട് ഉൾപ്പെടെ DNVGL, അതുപോലെ FSSAI, കീറ്റോ ഫ്രണ്ട്ലി, ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തുടങ്ങി ഹൈലി സർട്ടിഫൈഡ് ആണ്. അതോടൊപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏതൊരു ഏജ് ഗ്രൂപ്പിലും, നമുക്കൊരു 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് ചെറിയ കുട്ടികൾ, ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ പാല് കൊടുക്കുന്ന അമ്മമാര്, പ്രായമുള്ള ആൾക്കാർ, ഓൾഡ് ഏജിലുള്ള ആൾക്കാർ, ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും നമുക്കിത് കൊടുക്കാൻ സാധിക്കും. യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. അത് മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് ബെനിഫിഷ്യൽ ആണ്. ഏകദേശം 18ഓളം ഇതിന്റെ ഹെൽത്ത് ക്ലെയിംസ്
യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അപ്രൂവ്ഡ് ആണ്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്നത് യൂറോപ്പിലെ എൻ്റെ യൂറോപ്യൻ റീജിയൻ ഈസ് അണ്ടർ ദയർ മോണിറ്ററിങ്. ഇവരാണിത് മോണിറ്റർ ചെയ്യുന്നത്. അത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. ഇതൊരു ഫുഡ് പ്രിപ്പറേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ 18ഓളം ഹെൽത്ത് ക്ലെയിംസ്, അതായത് ഇത് ബ്രെയിൻ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, ഇമ്മ്യൂൺ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, നോർമൽ വിഷൻ, നോർമൽ ടീത്ത് തുടങ്ങി ഇവൻ നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫീഡ് ഇൻഫാന്റ്സ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാര്യം ഈ നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിന് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കാതിരിക്കുമ്പോഴാണ് നമുക്കറിയാം കുട്ടികൾ ജനിക്കുമ്പോൾ ഒരുപാട് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട്. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ്, സീരിയസ് ഡെഫിഷ്യൻസി ഓഫ് EPNDH. കാര്യം ഹാർട്ടിന്റെ ആണെങ്കിലും ബ്രെയിനിന്റെ ആണെങ്കിലും വിഷൻ ഇംപ്രൂവ്മെന്റ്, ഇതെല്ലാം അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്, ഫൗണ്ടേഷണൽ റിക്വയർമെന്റ്സ് ആണ്. ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇഫ് യു പ്ലാനിങ് ടു കൺസീവ്, നിങ്ങൾ കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ്, ഡു ദിസ് ടെസ്റ്റ് ഫസ്റ്റ്. ആദ്യം ഈ ടെസ്റ്റ് ചെയ്യൂ, ജനിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും. ബിക്കോസ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു പ്രിപ്പയർ യുവർ ബോഡി. ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന നമ്മുടെ കുട്ടികളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്വമാണ് ബി പ്രിപ്പയർഡ്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോളോ മറ്റു കാര്യങ്ങളോ അല്ല. സോ യു റെഗുലേറ്റ് യുവർ EPNDH. ഓട്ടോമാറ്റിക്കലി യുവർ ട്രൈഗ്ലിസറൈഡ് ലെവൽസ് ആൻഡ് കൊളസ്ട്രോൾ എവറിത്തിങ് വിൽ ബി ബാക്ക് ഇൻ ബാലൻസ്. ദാറ്റ് ഈസ് വാട്ട് EFSA സേസ്. ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നതാണ്. സോ the 95% ഓഫ് ദോസ് ടേക്കിംഗ് ദിസ് ബാലൻസ് ഓയിൽ, ഈ ഒരു എസെന്റ് ഓയിൽ എടുക്കുന്ന 95% ആൾക്കാരും 120 ദിവസം കൊണ്ട് ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒരു 5 മാസോ 6 മാസോ 7 മാസോ ഒക്കെ വേണ്ടി വരും, ബേസ്ഡ് ഓൺ ദെയർ ബോഡി കണ്ടീഷൻ. സോ ദിസ് റേഷ്യോ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഞാൻ നേരത്തെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കേണ്ടായി. ഇത് സെയിം പേഴ്സൺ, സെയിം സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടെസ്റ്റ് റിപ്പോർട്ടാണ്. ആൻഡ് ഇറ്റ് വാസ് 74:1 ഏർലിയർ. ആദ്യത്തെ ടെസ്റ്റ് 74:1 ആയിരുന്നു. നൗ സി ആഫ്റ്റർ 5 months, 5 മാസം ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ടെസ്റ്റ് റിപ്പോർട്ട് 3.5:1. റേഷ്യോ ഓൾമോസ്റ്റ് ബാലൻസ്. പ്രൊട്ടക്ഷൻ വാല്യൂ 64% ഉയർന്നു. omega-3 ഇൻഡെക്സ് ഇത് 6% ആയി. ആൻഡ് മെന്റൽ സ്ട്രെങ്ത് മോഡറേറ്റ്, അത് മോഡറേറ്റ് ലെവലിലേക്ക് വന്നു. ഇറ്റ് വാസ് സീരിയസ് ആയിട്ട് അതൊരു ഇൻസഫിഷ്യൻ റേഞ്ചിലായിരുന്നു. സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇംപ്രൂവ് ആയി. ആൻഡ് അറാക്കിഡോണിക് ആസിഡ് അത് പെർഫെക്റ്റ് ആയി. അദ്ദേഹത്തിന്റെ EPA-DHA ലെവൽസ് എല്ലാം അത് -97% ഒക്കെ ആയിരുന്നു, അത് കറക്റ്റായി. ഇതോടൊപ്പം ഹെൽത്ത് പ്രോട്ടോകോളിൽ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് സിനോബയോടെക്. ഇതൊരു ഗട്ട് ഫ്രണ്ട്ലി ഫൈബർ ആണ് ടു ക്ലീൻ യുവർ സിസ്റ്റം. ഇത് നമ്മുടെ ഡൈജഷനെ അത് ഇംപ്രൂവ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഫ്ലാറ്റൻ യുവർ ടമ്മി. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ ടമ്മിയുള്ള ആൾക്കാരാണ്. ഓക്കെ, സോ വൈ? ബിക്കോസ് നമുക്ക് നമ്മുടെ ആ ഒരു ഗട്ട് ഹെൽത്ത് അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഹെൽത്ത് പ്രോട്ടോകോളിൽ വരുന്ന 2 പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആവുന്നത്. ഒന്ന് ബാലൻസ് ടെസ്റ്റ് ആണ്, ജസ്റ്റ് 2 drops ഓഫ് ബ്ലഡ്. ഇത് നമ്മുടെ ലാബിലേക്ക് അയക്കാം. ആൻഡ് ദ ലാബ് ഈസ് ട്രസ്റ്റഡ് വേൾഡ് വൈഡ്. ഓക്കെ, നമുക്ക് ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടുന്നു. ദെൻ എസെന്റ് ഓയിൽ പ്ലസ്, ഇതൊരു ഹൈ ക്വാളിറ്റി ഫ്രഷ് സ്റ്റെബിലൈസ്ഡ് വിത്ത് ഒലിവ് പോളിഫിനോൾസ്. അതുകൊണ്ട് തന്നെ ഇത് കേടാവില്ല, നമ്മുടെ ബോഡിയിൽ കൃത്യമായിട്ട് വർക്ക് ആവുന്നു. ദെൻ സിനോബയോട്ടിക് പ്ലസ്, ഇതൊരു ഗട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ ഇതിനെ ഗട്ട് ഹെൽത്തിനുള്ള ഒരു പ്രീബയോട്ടിക് ഫൈബർ ആണ്. വളരെ സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രീബയോട്ടിക് ഫൈബർ. രാവിലെയും വൈകിട്ട് നമ്മൾ ഒരു സ്കൂപ്പ് കഴിക്കുക. ദെൻ നമ്മൾ റീടെസ്റ്റ് ചെയ്യുക, ഒരു 120 ദിവസം കൊണ്ട് നമ്മൾ റീടെസ്റ്റ് ചെയ്യുക. ആൻഡ് യു വിൽ ബി ബാലൻസ്ഡ്. ഓക്കെ, സോ വി ഡോണ്ട് സേ ട്രസ്റ്റ് അസ്, വി സേ ടെസ്റ്റ് അസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരത്തില് ഇവിടെ ഒരുപാട് പ്രോഡക്ട്സ്. ദെൻ ഇതിൽ എക്സ്റ്റൻ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, അത് അവൈലബിൾ ആയിട്ടില്ല. ദെൻ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ് സ്കിൻ സിറം. ഇതും സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻസൻ ഹെയ്ഡി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ ഒരു
ഫോർമുലേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ആൾസോ അവൈലബിൾ ഹിയർ. അതായത് ലൈൻസ്, റിങ്കിൾസ് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളിത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രഷ് സ്കിന്നിൻ്റെ ഒക്കെ ഒരു ടോൺ, അതുപോലെ തന്നെ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഇല്ലാതാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് എ വെരി ഹൈലി സയന്റിഫിക് സ്കിൻ കെയർ ബ്രാൻഡാണ്. അതോടൊപ്പം നമ്മൾ സിൻസിനോന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലുള്ള, എസ്പെഷ്യലി ഇപ്പൊ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്പോർട്സ് പ്രൊഫഷണൽസ്, സെലിബ്രിറ്റീസ്, ദേ ഓൾ ആർ ബ്രാൻഡ് അംബാസഡേഴ്സ്. ഇവരൊന്നും ഒരു പെയ്ഡ് എൻഡോഴ്സ്മെന്റ് അല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് പൈസയൊക്കെ കൊടുത്ത് ആരെങ്കിലും ഒരു സെലിബ്രിറ്റിനെ വിളിച്ച് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് പറയിപ്പിക്കുന്ന ഏർപ്പാടല്ല. ദേ ഓൾ ബിക്കെയിം ബ്രാൻഡ് അംബാസഡേഴ്സ്. വൈ? ബിക്കോസ് ദേ ഓൾ കൺസ്യൂം ദീസ് പ്രോഡക്ട്സ്. ഇവർക്കെല്ലാം ഈ പ്രൊഡക്ട്സ് കോംപ്ലിമെന്ററി ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്നത്. They all consume these products. ഈ കമ്പനി ഒരു സ്കാൻഡിനേവിയൻ കമ്പനിയാണ്. They started in 2005 and നാസ്ഡാക്കിൽ ലിസ്റ്റഡ് ആണ്. ആൻഡ് ദ കമ്പനി is growing with 2% compounding annual growth rate. 112-ലധികം രാജ്യങ്ങളിൽ ഡെലിവറി ഓപ്പറേഷൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കമ്മിറ്റഡ്. ഇന്ത്യയിൽ ഈ കമ്പനി പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ആയിട്ടാണ് ഇൻ 2018. അങ്ങനെയാണ് ഈ കമ്പനി ഇന്ത്യയിൽ വരുന്നത് തന്നെ, ബിസിനസ്സിനായിട്ടല്ല ഫസ്റ്റ് വരുന്നത്. Its company is Nasdaq listed. And so this is the mega trend, dear friends. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ പലപ്പോഴും ഒമേഗ 3 സപ്ലിമെന്റ് തന്നെ എടുക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ തന്നെ റേഷ്യോ വളരെ ഫെയിലാണ്, ഔട്ട് ഓഫ് റേഷ്യോ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വൈറ്റമിൻസ് സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. പല ആൾക്കാർ പലതരത്തിലുള്ള ഡയറ്റ് പ്രോഗ്രാം, ഇപ്പോൾ കീറ്റോ ഡയറ്റ്, പാലിയോ ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, അതുപോലെ ഹൈ കാർബ്, ഹൈ ഫാറ്റ്, ലോ കാർബ്, ഇങ്ങനെ പറഞ്ഞ പല പല ഡയറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വർക്ക് ആവുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ എന്താണ് മാർഗം? സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് ടെസ്റ്റ് ഈസ് ഓൾ അബൌട്ട്. അപ്പൊ 1 ബില്യൺ ആൾക്കാരെങ്കിലും ടെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഈ കണക്ക് വരുമ്പോൾ ഇതാണ് പ്രശ്നം, ഈ ബാലൻസ്ഡ് അല്ല. ബാലൻസ് ഈസ് ദ കീ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പോണൊക്കെയാണ് വരുന്നത്, നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണ്, നമ്മൾ മസാലകളും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുന്നു, അത് 1 സ്പൂണും ഒരു 35 സ്പൂണും നമ്മൾ ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സി, അതാണ് നമ്മുടെ സെല്ലിന്റെ ഉള്ള അവസ്ഥ, ഈ 35:1 എന്നൊക്കെ പറയുന്ന റേഷ്യോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആവറേജ് റേഷ്യോ ഇൻ ഇന്ത്യ. എനിക്കൊന്ന് അതൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, യാ. സോ ഈ 35:1 എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അവസ്ഥ. സാമ്പാറിലേക്ക് നമ്മൾ 35 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ബാക്കി മസാലപ്പൊടി ഇട്ട പോലെ എങ്ങനെ ഉണ്ടാവും? ദിസ് വിൽ ബി ദി പ്രോബ്ലം. അപ്പൊ നമുക്ക് ഈ ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ്. സോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ബോധ്യപ്പെടാം. ഇനി എനിക്ക് നമ്മുടെ പാനലിലുള്ള ഒരു ഡോക്ടർ, സോ ഹി സെൻഡ് മീ, ഇന്ന് രാവിലെ എനിക്കൊരു ഫയൽ ഷെയർ ചെയ്യണ്ടായി. സോ ആ ഒരു ഫയൽ ഒന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. എനിവേ സോ വൈ ദിസ് ഒമേഗ 3 ഇൻഡെക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് നമ്മുടെ കൂടെ ചില തിരക്കുകൾ കാരണം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. സി, ദിസ് ഈസ് ഒമേഗ 3 ഇൻഡെക്സ്. ഇത് വൈ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ കൊളസ്ട്രോൾ ടെസ്റ്റ്. ഇപ്പൊ നമ്മളറിയാം, നമ്മളൊരു ഹൃദ്രോഗം എന്ന് പറയുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഈവൻ ഒരു ഫിറ്റ് ലുക്കിംഗ് ആൾക്കാർ, കാണുമ്പോൾ നല്ല ഹെൽത്തി ആണ്, ഈവൻ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽസ്, ചെറുപ്രായത്തിലുള്ള ആൾക്കാർ, ഇത് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ്, സോ ദിസ് ടെസ്റ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഇത് നിങ്ങളോട് ഈ രീതിയിൽ ഇത് കാണിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ ആം ഷോയിങ് യു ദിസ് പ്രസന്റേഷൻ. സി, ഇതൊരു ദ പ്രോബ്ലം വിത്ത് കൊളസ്ട്രോൾ ടെസ്റ്റ്. നമ്മൾ ലിപ്പിഡ് ടെസ്റ്റ് ആണ്, നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മോസ്റ്റ് പീപ്പിൾ വിത്ത് ഹാർട്ട് അറ്റാക്സ് ഹാവ് നോർമൽ കൊളസ്ട്രോൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും കൊളസ്ട്രോൾ ലെവൽ നോർമലാണ്. ആൻഡ് കൊളസ്ട്രോൾ ടെസ്റ്റ് ഡോണ്ട് പ്രിഡിക്റ്റ് ഹു വിൽ ഡൈ ഫ്രം ഹാർട്ട് ഡിസീസ്. ഈ കൊളസ്ട്രോൾ ടെസ്റ്റിൽ ആരാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് 50% ഓഫ് ഹാർട്ട് അറ്റാക്ക് വിക്ടിംസ് നെവർ ഹാഡ് ഹൈ കൊളസ്ട്രോൾ. ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന 50% ആളുകളിലും ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നിട്ടില്ല. ആൻഡ് യുവർ കൊളസ്ട്രോൾ ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ വാട്ട് യു ഈറ്റ് യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ കഴിച്ച ഭക്ഷണം പോലും നിങ്ങളുടെ കൊളസ്ട്രോൾ റീഡിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ടാവും. സോ ഡോക്ടേഴ്സ് ഹാവ് ബീൻ മിസ്സിംഗ് ദ റിയൽ വാർണിംഗ് സൈൻസ്. ആൻഡ് ഈ ഡാറ്റ എന്താണ്? ഇൻ ദി ഫേമസ് ഫ്രേമിംഗ്ഹാം സ്റ്റഡി എന്ന് പറയുന്നത്
1948 തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഇത് 3 ജനറേഷനായി, 5000 ആളുകളിൽ തുടങ്ങി ഇപ്പൊ 3 ജനറേഷനിലാണ് ഈ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം, കൊളസ്ട്രോൾ ലെവൽസ് കുഡ് നോട്ട് പ്രിഡിക്ട് എനി ഓഫ് ദ 5 മേജർ ഹെൽത്ത് ഔട്ട്കംസ് ദേ സ്റ്റഡീഡ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് ഐ എം റിവീലിംഗ് യു ഇവിടെ നമ്മൾ വെളിപ്പെടുത്തുന്നത്. കൊളസ്ട്രോൾ ഷുഡ് നോട്ട് പ്രിഡിക്ട് എനി ഓഫ് ദ 5 മേജർ ഔട്ട്കംസ് ദേ സ്റ്റഡീഡ്. അവർ സ്റ്റഡി ചെയ്തിട്ടുള്ള 5 ആരോഗ്യ ഔട്ട്കംസ്, അതായത് ആ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു 5 കാര്യങ്ങളും ഈ കൊളസ്ട്രോൾ ടെസ്റ്റ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ എന്താണ് ഒമേഗ 3 ഇൻഡെക്സ്? ദി ഒമേഗ 3 ഇൻഡെക്സ് മെഷേഴ്സ് ദി ഹെൽത്തി ഫാറ്റ്സ്. ഒമേഗ 3 ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള മെയിൻ ആയിട്ടുള്ള EPA, DHA, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൽ എത്രയുണ്ട് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അതായത് തിങ്ക് ഓഫ് ഇറ്റ് ഈസ് ആസ് മെഷറിംഗ് ഹൗ മച്ച് ഹാർട്ട് പ്രൊട്ടക്ഷൻ ഈസ് ആക്ച്വലി ഇൻസൈഡ് യുവർ ബോഡി. നമ്മുടെ ബോഡി എത്രമാത്രം ഹൃദ്രോഗ സംരക്ഷണത്തിലാണ്, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹൃദയം എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് വാട്ട് യു എയ്റ്റ് യെസ്റ്റർഡേ, അത് ഇന്നലെ നമ്മൾ എന്തെങ്കിലും കഴിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, ബട്ട് വാട്ട് ഇസ് ബീൻ ബിൽഡിംഗ് അപ്പ് ഓവർ ദ പാസ്റ്റ് 3 to 4 months. കാര്യം ഒരു റെഡ് ബ്ലഡ് സെൽസിന്റെ ആയുസ് എന്ന് പറയുന്നത്, ദൈർഘ്യം എന്ന് പറയുന്നത് 120 ദിവസമാണ്. ഈ 120 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിനകത്ത് ബിൽഡപ്പ് ആയിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ്. ഈ ഒമേഗ 3 ഇൻഡെക്സ് ഈ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടിനകത്ത് ഒമേഗ 3 ഇൻഡെക്സ് 4% കുറവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക 95% ഓഫ് അമേരിക്കൻസ് ആൻഡ് ഇന്ത്യൻസ് ആർ ഹിയർ. ഹൈയസ്റ്റ് റിസ്ക് ഓഫ് സഡൻ ഹാർട്ട് ഡെത്ത്. അതായത് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഡെത്ത്, കാർഡിയക് അറസ്റ്റ്, ഹൃദ്രോഗം വന്ന് ഒരു ഹാർട്ടിൽ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ ഉയർന്നതാണ്, ഹൈയസ്റ്റ് റിസ്ക് ആണ്. ഈ ഫ്രേമിംഗ്ഹാം സ്റ്റഡിയിൽ പറയുന്ന. ആൻഡ് 4 മുതൽ 8% നമ്മുടെ ഒമേഗ 3 ഇൻഡെക്സ് എങ്കിൽ ഇന്റർമീഡിയറ്റ് ആണ്, ബെറ്റർ ആണ്. പക്ഷെ അതൊരു ഓപ്റ്റിമൽ പ്രൊട്ടക്ഷൻ അല്ല, ഒരു പൂർണ്ണമായ സംരക്ഷണ നിലയിലല്ല, സ്റ്റേജിലല്ല. ആൻഡ് ലോ റിസ്ക് എബവ് 8%, 8%-ത്തിന്റെ മുകളിലാണെങ്കിൽ മാക്സിമം ഹാർട്ട് പ്രൊട്ടക്ഷൻ ആണ്, വേർ യു വാണ്ട് ടു ബി. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതായത് 8 to 12 ഇതാണ് ഇതിന്റെ ഓപ്റ്റിമം. അവിടെയാണ് നമ്മൾ ലോവർ റിസ്കിലാവുക. ദാറ്റ് ഈസ് വാട്ട് ദി സ്റ്റഡി. നമ്മൾ ഈ സ്റ്റഡി ഫൈൻഡിങ് അതാണ്. See the big discovery, Framingham Heart Study. ഈ ജനറേഷൻസ് നീണ്ടിട്ടുള്ള ഈ സ്റ്റഡി, അതിനകത്ത് അവർ വളരെ ഒരു ബിഗ് ഡിസ്കവറി, ഏറ്റവും വലിയൊരു ഡിസ്കവറി എന്ന് പറയുന്നത് ഒമേഗ 3 ഇൻഡെക്സ് ആണ്. ഇത് പ്രെഡിക്റ്റഡ് 4 out of 5 മേജർ ഹെൽത്ത് ഔട്ട്കംസ് ഇൻക്ലൂഡിംഗ് ഡെത്ത്. അതായത് 5 ആരോഗ്യ ഘടകങ്ങൾ അത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടായി. എന്നാൽ 5-ൽ 4 ഒമേഗ 3 ഇൻഡെക്സ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടായി. എന്നാൽ കൊളസ്ട്രോളിൽ 1 പോലും പ്രെഡിക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്, ഒരു ഔട്ട്കം പോലും. എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു കൊളസ്ട്രോൾ ടെസ്റ്റിലും ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് റീസെന്റ് 2500 പീപ്പിൾ ഫോളോ ഔട്ട് ഫോർ ഓവർ 7 years. ഇത് ജേണൽ ഓഫ് ക്ലിനിക്കൽ ലിപ്പിഡോളജിയിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഫ്രെമിംഗ്ഹാം സ്റ്റഡി ഇസ് എ ബിഗ് സ്റ്റഡി. ഈ 5-ൽ 4 കാര്യങ്ങളും ഒമേഗ 3 ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ടെസ്റ്റ് കൊണ്ട് അത് പ്രിഡിക്ട് ചെയ്യേണ്ടത്. എന്തൊക്കെയാണത്? ഡെത്ത് ഫ്രം എനി കോസ്, ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക്. ഈ 4 കാര്യങ്ങളും ഈ സ്റ്റഡിയിലൂടെ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ടെസ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒമേഗ 3 ഇൻഡെക്സ്. അതുപോലെ തന്നെ ഒമേഗ 3 റെഡ്യൂസസ് സഡൻ കാർഡിയാക് ഡെത്ത്. ഇതും ഈ സ്റ്റഡിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് ആണ്. ഒമേഗ 3 ഇൻഡെക്സ് പ്രിവെന്റ്സ് സഡൻ ഡെത്ത്. Omega 3 reduces sudden cardiac death. Sudden cardiac death kills 350,000 Americans every year. അത് അമേരിക്കയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും അതെ. But people with the omega 3 index above 8% have 90% less risk according to this study. ഈ സ്റ്റഡി പ്രകാരം പറയുന്നത് 8%-ത്തിന്റെ മുകളിലുള്ള ഇൻഡെക്സിലുള്ള ആളുകൾക്ക് 90% ലെസ് റിസ്ക് ആണ് എന്നതാണ്. Then next study finding, reduce the trial, omega 3 saves lives. അതായത് 8179 പീപ്പിൾ സ്റ്റഡിഡ് ഫോർ 5 years. ഒരു 5 വർഷത്തെ ഒരു സ്റ്റഡിയിൽ ഓൾ പേഷ്യൻസ് വർ ഓൾറെഡി ഓൺ കൊളസ്ട്രോൾ ലോവറിംഗ് ഡ്രഗ്സ് ഒക്കെ കൊടുത്തു. ഇവർക്ക് ഒമേഗ 3 പ്രൊവൈഡ് ചെയ്തപ്പോൾ ഇതിൽ മാസീവ് അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ്. അതായത് അഡീഷണൽ പ്രൊട്ടക്ഷൻ, അതായത് മേജർ ഇവന്റ്സിൽ 25% പ്രൊട്ടക്ഷൻ കൂടുതലായി.
ഹാർട്ടിന്റെ ഡെത്തിൽ 20% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി, കുറവുണ്ടായി. സ്ട്രോക്ക് 28% അഡീഷണൽ ആയിട്ട് കുറഞ്ഞു. ആൻഡ് ഹാർട്ട് അറ്റാക്ക് 31% അഡീഷണൽ ആയിട്ട് കുറഞ്ഞു. ദിസ് ഈസ് ദി ഔട്ട്കം. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? വൈ omega-3 ഇൻഡെക്സ് ബീറ്റ്സ് കൊളസ്ട്രോൾ ടെസ്റ്റ്? അതായത് കൊളസ്ട്രോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഇത് നമുക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആൻഡ് 50% ഹാർട്ട് അറ്റാക്കും സംഭവിക്കുന്നത് സാധാരണ കൊളസ്ട്രോൾ ലെവലുള്ള ആൾക്കാർക്കാണ്. ഇത് ഹൃദയത്തിന്റെ ഒരു സംരക്ഷണം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. വിച്ച് മീൻസ് ഇത് ഫോക്കസസ് ഓൺ പ്ലംബിംഗ്, ഇഗ്നോർസ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഓക്കെ. എന്നാൽ omega-3 ഇൻഡെക്സ് ഈ സ്റ്റേബിൾ ഫോർ 3-4 months. ഇതൊരു 3-4 മാസത്തെ നമ്മളുടെ സെൽസുകൾ, കോശങ്ങളുടെ പ്രവർത്തനം എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇത് ഇൻഡെക്സ് നമുക്ക് മനസ്സിലായിക്കൊണ്ട് എത്ര പേർക്ക് ഹൃദ്രോഗം വരാനും മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത എന്ന് അറിയാൻ പറ്റും. ആൻഡ് 90% ലെസ് സഡൻ ഡെത്ത് റിസ്ക്. 90% പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത, റിസ്ക് നമുക്ക് കുറവാണ് അക്കോർഡിംഗ് ടു ദി സ്റ്റഡി. ആൻഡ് മെഷേഴ്സ് ആക്ച്വൽ ഹാർട്ട് പ്രൊട്ടക്ഷൻ. ഇത് യഥാർത്ഥ ഹാർട്ടിന്റെ പ്രൊട്ടക്ഷനെ ഇത് മെഷർ ചെയ്യുന്നു. ആൻഡ് പ്രൊട്ടക്ട്സ് ഹാർട്ട്സ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇത് ഹാർട്ടിന്റെ ആ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. ഓക്കെ. സോ ഗെറ്റ് ടെസ്റ്റഡ്. നമ്മൾ ഈ ഒരു സ്റ്റഡി, ഈ ഒരു ടെസ്റ്റ്, ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റുപ്പിഡ് ടെസ്റ്റ്. ഓക്കെ. സോ ഗെറ്റ് ടെസ്റ്റഡ്, ആസ്ക് ഫോർ എൻ omega-3 ഇൻഡെക്സ് ടെസ്റ്റ്. ആൻഡ് നമ്മുടെ നമ്പർ എത്രയാണ്, നമ്മൾ ഏത് ലെവലിലാണ്, 8% അബോവിലേക്ക് നമ്മൾ എത്തിയെന്നുള്ള ഉറപ്പുവരുത്തുക. നിങ്ങളൊരു 2-3 സെർവിങ്സ് എങ്കിലും നമ്മൾ ഫിഷ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ സിൻസിനോന്റെ തന്നെ നമുക്ക് വീഗൻ വേർഷനുള്ള ഫിഷ് ഓയിൽ, ഫിഷ് ഓയിൽ അല്ലാത്ത വീഗൻ മറൈൻ ആൽഗെ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട്. അത് നമ്മൾ എടുക്കുക. ആൻഡ് കൺസിഡർ EPA ആൻഡ് DHA ഹൈ സപ്ലിമെന്റ്. ആൻഡ് റീടെസ്റ്റ്. നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളൊരു 4 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യാം. Okay, so this index is the science is so clear. This index is a better predictor of heart health than cholesterol tests. ഒരു 95% അമേരിക്കൻസ്, അല്ലെങ്കിൽ 99.99% ഇന്ത്യൻസ് ആർ അറ്റ് ഹൈ റിസ്ക് വിത്ത് ലോ omega-3 ലെവൽസ്. നമ്മൾ ഏകദേശം ഒരു 3500 ടെസ്റ്റുകൾ ഇപ്പോൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. Those with optimal levels enjoy 90% less risk of sudden cardiac death and significantly lower rates of heart attack and strokes. So don't wait for a heart attack to learn your omega-3. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല നമ്മളിത് മനസ്സിലാക്കേണ്ടത്. So get tested today and take control of your heart health. So this is so good. So my dear friends, so what do we really want? അപ്പോൾ എന്തായാലും ഒരു ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ, or to stop it before it comes. Okay, so cholesterol test can't save you, but omega-3 balance can save you. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഇതൊരു കോംപ്ലിക്കേറ്റഡ് അല്ല, ആൻഡ് എക്സ്പെൻസീവ് അല്ല, ആൻഡ് ഇതൊരു വളരെയധികം സയന്റിഫിക്കലി ബാക്ക്ഡ് ആണ്. ആൻഡ് ഓൾറെഡി ഇത് 1.5 മില്യൺ 15 ലക്ഷത്തിലധികം ആളുകളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള, അല്ലെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വേൾഡ് വൈഡ്. സോ അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ ചിങ്ങം 1 കടക്കുവാണ്. സോ ലെറ്റ്സ് നോട്ട് ജസ്റ്റ് പുതിയ വസ്ത്രങ്ങളും സാധനങ്ങളും മാത്രമല്ല, നമ്മുടെ പൂക്കളങ്ങളും ഒക്കെ ഒരുങ്ങുന്നതോടുകൂടി ഒപ്പം തന്നെ നമ്മുടെ കോശങ്ങൾക്കും ഒരു പുതിയ ഒരു സ്റ്റാർട്ട് നമ്മൾ കൊടുക്കുക. ബിക്കോസ് ഹെൽത്ത് ഈസ് നോട്ട് സംതിങ് ടു ചെക്ക് ആഫ്റ്റർ യു ഫാൾ സിക്ക്. ആരോഗ്യം നമ്മൾ രോഗം വന്ന് കിടപ്പിലായതിനു ശേഷം സംരക്ഷിക്കേണ്ടതോ ചെക്ക് ചെയ്യേണ്ടതോ ആയ ഒന്നല്ല ആരോഗ്യം. ഇറ്റ് ഈസ് സംതിങ് ടു ബിൽഡ് ബിഫോർ. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.